ഈ കെട്ടിച്ചുവിട്ട പെണ്ണിനെ എന്തിനാ ഇനി വീട്ടിൽ നിർത്തിയേക്കുന്നത്? ഈ വീട്ടിലെ ചെറുക്കനൊരു നല്ല ജീവിതം കിട്ടുമോ പെണ്ണിനെ നിർത്തിയിരുന്നാൽ? ചട്ടിയും കലമൊക്കെ ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുമോ? ഒരു കണ്ണും ചെവിയും പൊത്തിക്കൊണ്ട് വേണം നിൽക്കാൻ. നാട്ടുകാരൊക്കെ ചോദിക്കുന്ന ആ പെങ്കൊച്ചു ഇവിടെ ആണോ നിൽക്കുന്നതെന്ന്. കെട്ടിച്ചു വിടുന്നതിന് മുമ്പേ അവൾ ഈ വീട്ടിൽ തന്നെ അല്ലായിരുന്നോ ജീവിച്ചത്? എൻ്റെ മോടെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലേ ലോകത്ത് ആർക്കും പറ്റത്തില്ല. എൻ്റെ കുഞ്ഞാ അത്. അവൾ ആ വീട്ടിൽ എന്തൊക്കെ അനുഭവിച്ചെന്നേ അവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ചട്ടിയും കലമാകുമ്പോഴേ തട്ടിയും മുട്ടിയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലേ അവളെ അങ്ങനെ തട്ടാനും മുട്ടാനും ഇട്ട് കൊടുക്കാൻ എനിക്കില്ല. നാട്ടുകാരല്ല അവൾക്ക് ചെലവിന് കൊടുക്കുന്നത്. അവളവിടെ കിടന്ന് കരയുമ്പോഴേ കണ്ണീര് ഉടയ്ക്കാൻ ഈ നാട്ടുകാരെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവിടുത്തെ ചെറുക്കൻ്റെ കാര്യം, അവളെ ഇങ്ങനെ ഇവിടെ നിർത്താനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവളെ പഠിപ്പിച്ചൊരു ജോലി മേടിച്ച് സ്വന്തം കാലം നിർത്താൻ ഒരു കഴിവാക്കാൻ എനിക്കറിയാം. അവൻ്റെ പെങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ ജീവിതമൊന്നും പാഴാവത്തില്ല. അവന് പറ്റിയൊരു പെങ്കൊച്ചിനെ ഞാൻ കണ്ടുപിടിക്കും. പിന്നെ അതിനെ ഞാൻ എൻ്റെ സ്വന്തം മോളായി സ്നേഹിച്ചോളൂ. പിന്നെ എങ്ങനെ അവൻ്റെ ജീവിതം പാഴാവുന്നത്? നാട്ടുകാരെ പേടിച്ച് കെട്ടിച്ചു വിട്ട പെൺപിള്ളേരെ കൈയൊഴിയുന്ന ആളുകൾ കാണും. പക്ഷെ ഞാൻ അങ്ങനല്ല. എനിക്ക് നാട്ടുകാരെ പേടിക്കണ്ട. അല്ലേലും അങ്ങനെ മതി, ഞാൻ പിന്നെ വരാം കേട്ടോ. അതെ, മോളെ ഇവിടെ നിർത്തിയേക്കുവാണോ എന്ന് ചോദിക്കണം, നാട്ടുകാരോട് പറയണം. അവിടെ കൂടി ഇരിക്കാൻ ഞാൻ കസേരയും കിടക്കാം കട്ടിലും ഒക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തേപ്പുണ്ട്. അവളെ ഇവിടെ നിർത്തിയേക്കുവല്ല കേട്ടോ.